വൈപ്പിൻകരയിലെ ജലാശയങ്ങളിൽ അടിഞ്ഞുകിടക്കുന്ന എക്കൽ നീക്കം ചെയ്ത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് വൈപ്പിൻ എംഎൽഎ കെ.എൻ. ഉണ്ണികൃഷ്ണൻ നിയമസഭയിൽ. പ്രദേശത്ത് അനുയോജ്യമായ ശാശ്വത തീര സംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കുന്നതിനായി വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കി നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ചെന്നൈക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവർത്തികൾ നടപ്പിലാക്കുമെന്നും സബ്മിഷന് മറുപടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ദ്രുതഗതിയിലുള്ള തീരശോഷണം പ്രകൃതിദത്തമായ ഭൂപ്രകൃതിയെ മാത്രമല്ല 9 ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെയും സാരമായി ബാധിക്കുമെന്ന് വൈപ്പിൻ എംഎൽഎ കെ.എൻ. ഉണ്ണികൃഷ്ണൻ നിയമസഭയിൽ ഉന്നയിച്ചു. പ്രത്യേകിച്ച് വൈപ്പിൻകര പോലുള്ള പ്രദേശത്ത് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സബ്മിഷൻ. 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തീരദേശത്തിൻ്റെ 55% കൂടുതൽ പ്രദേശങ്ങൾ തീരശോഷണ സാധ്യതാ പ്രദേശങ്ങളായാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ദ്രുതഗതിയിലുള്ള തീരശോഷണം പ്രകൃതിദത്തമായ ഭൂപ്രകൃതിയെ മാത്രമല്ല 9 ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന 9.3 മില്യൺ ജനങ്ങളെയും അവരുടെ ജീവനോപാധികളെയും കൂടിയാണ് സാരമായി ബാധിക്കുന്നത്. ടെട്രോപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. കൂടാതെ വൈപ്പിൻകരയിലെ ജലാശയങ്ങളിൽ അടിഞ്ഞുകിടക്കുന്ന എക്കൽ നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കടൽഭിത്തി നിർമ്മാണം, പുഴകളുടെയും തോടുകളുടെയും പാർശ്വഭിത്തി നിർമ്മാണം, കായലിലും പുഴകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ കരഭൂമിയിൽ നിക്ഷേപിച്ച് കരഭൂമി ഉയർത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ നബാർഡ് പദ്ധതിയിലോ മറ്റേതെങ്കിലും പദ്ധതിയിലോ ഉൾപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പ്രദേശത്ത് അനുയോജ്യമായ ശാശ്വത തീരസംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കുന്നതിനായി വിവിധ റിപ്പോർട്ടുകൾ തയ്യാറാക്കി നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ചെന്നൈക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുമതി ലഭിക്കുന്നതിനായി 20 കോടിയുടെ പ്രൊപ്പോസൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരത്തിനായി നൽകിയിട്ടുണ്ടെന്നും മറുപടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ടോപ്പോഗ്രാഫിക് സർവേ റിപ്പോർട്ട്, നെസസിറ്റി റിപ്പോർട്ട് എന്നിവ തയ്യാറാക്കി നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ചെന്നൈക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മേൽപ്പടി പദ്ധതിയുടെ ശാസ്ത്രീയ പഠനവും ഡിസൈൻ നടപടികളും NCCR പുരോഗമിച്ചു വരുന്നു. 24-25 സാമ്പത്തിക വർഷത്തിൽ 59.59 ലക്ഷം രൂപയുടെ അടങ്കൽ വരുന്ന ജിയോബാഗ് പദ്ധതികൾ വഴി 615 മീറ്ററോളം തീരം സംരക്ഷിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ താൽക്കാലിക സംരക്ഷണം നൽകുന്നതിന് ജിയോബാഗ് ഉപയോഗിച്ചുള്ള 8 താൽക്കാലിക സംരക്ഷണ പ്രവർത്തികൾക്കായി 139.10 ലക്ഷം രൂപയുടെ പ്രപ്പോസലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവർത്തികൾ നടപ്പിലാക്കുന്നതാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുമതി ലഭിക്കുന്നതിനായി 20 കോടിയുടെ പ്രപ്പോസൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.